ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ആകെ സംശയത്തോടെ മൂങ്ങ ഇങ്ങനെ നിൽക്കുക. എന്തായിരിക്കും ഇവിടെ ചടങ്ങ്, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ കാദംബരിയെ ദീപയും കിരണും കല്യാണിയൊക്കെ പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം മൂങ്ങ അവിടെ നിന്ന് പതുക്കെ പോകാനായിട്ട് ഇങ്ങനെ തിരിയാണ് കേട്ടോ. അപ്പോഴേക്കും രതീഷ് അല്ല ആരിത് എന്നും പറഞ്ഞുകൊണ്ടൊരു ചോദ്യം. അത് കേട്ടതും മൂങ്ങ തിരിഞ്ഞതും ആഹാ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അത് പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല എല്ലാവരും ഉണ്ടാവുമെന്ന്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മമ്മ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. അല്ല അമ്മമ്മ എന്താ പെട്ടെന്ന് വന്നേ? ഏയ് വെറുതെ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് കരുതി വന്നതാ. പിന്നെ ഇവിടെ വന്നപ്പോൾ എന്തോ ചടങ്ങ് നടക്കുകയാണെന്ന് മനസ്സിലായി. അല്ല ഇത് എന്ത് ചടങ്ങാ എന്ന് മൂങ്ങ ചോദിക്കുകയാണ്. അത് കേട്ടതും കിരൺ അതെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ 3-ാം മാസവും 5-ാം മാസവും 7-ാം മാസവും ഒക്കെ ഇങ്ങനെയാ ചടങ്ങുകളുണ്ടാവും. അതുപോലൊരു ചടങ്ങ് ഇതും ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറയാണ്. ആണോ? അയ്യോ അപ്പോൾ കൃത്യസമയത്താണ് ഞാൻ വന്നത് അല്ലേ. നല്ല കാര്യം നടക്കുന്നിടത്ത് നല്ലത് വരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നാണല്ലേ? അയ്യോ നല്ലതാണെന്ന് സ്വയമായിട്ട് അങ്ങ് പുകഴ്ത്തുക അമ്മുമ്മയെ തന്നെ. അതെ നിങ്ങൾ എന്തിനാ വന്നേന്ന് പറ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അയ്യോ മോനെ ഞാൻ ഇവളെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. മോള് വിശേഷം അറിയിച്ചിരിക്കുകയാണല്ലോ. പിന്നെ ശരണ്യമോളുടെ അടുത്തേക്ക് പോയതിന് ശേഷം ഇങ്ങോട്ടധികം വന്നിട്ടില്ല, അതുകൊണ്ട് വന്നതാ എന്നൊക്കെ പറയുവാണ്. എന്തായാലും വന്നതല്ലേ, മോളെ ഒന്ന് പൂവിട്ട് അനുഗ്രഹിക്ക് എന്നും ദീപ പറയുക. അത് കേട്ടതും എങ്ങ് കൊണ്ടാ ഞാൻ അനുഗ്രഹിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അത് മേടിക്കാനായിട്ട് പോകുമ്പോൾ അതേ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും സുഖമായിരിക്കണമെന്നാണ് വേണ്ടത്, അല്ലാതെ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ മുടിഞ്ഞു പോകണമെന്നും പറഞ്ഞ് പൂവെടുത്തിടരുത്. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എത്രയൊക്കെ ദുഷ്ടത്തിയാണെങ്കിലും എൻ്റെ കൊച്ചുമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞില്ലാണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമോ? അത് കേട്ടതും ആര് കണ്ടു? ഇനി വയറ്റിൽ കിടക്കുന്നത് പെൺകുഞ്ഞാണെന്നെങ്ങാനും അറിഞ്ഞാൽ അതിനെ കൊല്ലാനും മടിക്കാത്ത ജന്മങ്ങളാണ് നിങ്ങളൊക്കെ എന്നും ദീപ പറയുക. അതൊക്കെ അന്ന് സംഭവിച്ചു പോയതല്ലേ മോളെ, ഇനി അതൊന്നും പറഞ്ഞ് എന്നെ കുത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ പ്രാർത്ഥിച്ചുകൊണ്ട് കാദംബരിയുടെ തലയിൽ പൂവൊക്കെ വിതറി അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ സ്വീറ്റ്സൊക്കെ കൊടുക്കുക കാദംബരിക്ക്. എല്ലാവരും അങ്ങനെ ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്നാലേ ഞങ്ങൾ പോയി അടുക്കളയിൽ എന്തായാലും പാചകം ചെയ്യാം. അല്ല എന്തായി അവിടെ മകൻ്റെ വീട്ടിൽ സുഖമാണോ? മകൻ്റെ ഭാര്യ നന്നായിട്ട് നോക്കുന്നുണ്ടോ? പിന്നെ ശരണ്യമോൾക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമല്ലേ. ഞാനെന്ന് വെച്ചാൽ ശരണ്യമോൾക്ക് ജീവനാ. ഏത് നേരം അമ്മുമ്മ എന്നും പറഞ്ഞ് പിന്നാലെ നടക്കും. എനിക്കൊരു പണിയും ചെയ്യണ്ട. ഞാനും പ്രകാശനും ഏത് നേരവും കാലും കയറ്റി ഇരിപ്പാ. ശരണ്യമോളുടെ അമ്മ എല്ലാ പണിയും ചെയ്തോളും. ആണോ? എന്നാ കുഴപ്പമില്ല. പിന്നെ ഞാനും കല്യാണി മോളും കൂടെ പാചകമൊക്കെ ചെയ്യട്ടെ. അമ്മ എന്തായാലും വന്നതല്ലേ, വല്ലതും കഴിച്ചിട്ടൊക്കെ പോയാൽ മതി. വേണ്ട മോളെ, ഞാനിവിടെ വരാൻ പാചകം ചെയ്യാൻ. നമുക്ക് 3 പേർക്കും ഒരുമിച്ച് ചെയ്യാം. അത് വേണ്ട, അമ്മമ്മ ഇവിടെ ഇരുന്നാൽ മതി, ഞാനും അമ്മയും ചെയ്തോളാം എന്നും കല്യാണി പറയുക. അത് കേട്ടതും മൂങ്ങ എന്നാ ശരി എന്ന് പറയുമ്പോഴേക്കും ദീപയും കല്യാണിയും അടുക്കളയിലേക്ക് പോവുക. അപ്പോൾ രതീഷ് അതെ ഇപ്പോൾ എൻ്റെയും കാദംബരിയുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കിരൺ സാറും കല്യാണിയും കൂടിയാണ്. അത്യാവശ്യം ഞങ്ങൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്കും പോകുന്നുണ്ട്, അതുകൊണ്ട് സുഖമായി ജീവിക്കുന്നു. നിങ്ങൾ 3 പേരും ഈ വീട്ടിൽ നിന്ന് പോയോ അന്ന് ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും മൂങ്ങ സാരമില്ലട മക്കളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതൊക്കെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദയാനന്ദിനെയും CS-നെയുമാണ്. അവർ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സാറിൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെന്ന് വായ കൊണ്ടല്ലേ പറയുന്നുള്ളൂ. ആരും സാറിൻ്റെ ഭാര്യ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒരു പക്ഷേ അഗസ്റ്റിൻ അച്ചായൻ മാഡത്തിനെ കാണുമായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് അച്ചായൻ മാഡത്തിനെ കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. എടോ എന്നാലും കല്യാണി മോൾക്ക് ഇതെല്ലാം അറിയാവുന്നതാണല്ലോ, എന്നിട്ട് മോള് പോലും ഇതിന് കൂട്ടുനിന്നെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഞാൻ എൻ്റെ രൂപയല്ലാതെ മറ്റൊരു പെണ്ണിനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ മുമ്പിൽ പോയിരുന്ന് എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CS ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും അച്ചായൻ വരിക. അച്ചായൻ വരുന്നത് കണ്ട് നമ്മുടെ ദയാനന്ദൻ അങ്കിളതേ സാറ് വരുന്നുണ്ട്. അത് കേട്ടതും CS തിരിഞ്ഞു നോക്കി. ദൈവമേ അയാളാണല്ലോ. എൻ്റെ അച്ചായൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? എൻ്റെ ഭാര്യ അല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് മനസ്സിൽ പോലും കാണാൻ കഴിയില്ല. അതെനിക്കറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ തന്നോട് ഞാൻ പറഞ്ഞത് ഒരു കല്യാണം കഴിക്കണമെന്ന്. എന്താ അച്ചായ ഇത്? ഞാൻ എൻ്റെ ഭാര്യയെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്.
അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല ചായ. അത് കേട്ടതും എടോ ഞാൻ പറയുന്നത് താൻ കേക്ക്. തന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. തനിക്കൊരു കുടുംബം ഉണ്ടായി കാണണമെന്നുള്ളത് എൻ്റെ സ്വപ്ന. അങ്ങനെയുള്ളപ്പോൾ താനൊരു കുടുംബം ഇല്ലാതെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടെന്നറിയാമോ? അതുകൊണ്ടാണ് തന്നെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാനും കല്യാണി മോളും കിരൺമോനും ഒക്കെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ അച്ചായ, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഒന്നിച്ച കാര്യം കിരണിനും കല്യാണിക്കും ഒക്കെ അറിയാം. പക്ഷേ എന്നിട്ടും അവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് തന്നെ ഞാൻ പറഞ്ഞത്. എടോ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ഒന്നിക്കോ ഇല്ലയോ എന്നുള്ളൊരു സംശയം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അച്ചായ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒന്നിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് കച്ചകെട്ടി നടക്കുന്നവർ കുറേ പേരുണ്ട്. അവരുടെ കണ്ണിൽ പൊടിയിടാനാ ഞങ്ങൾ ഒളിച്ചും പാത്ത് നടക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല അച്ചായ. വേണ്ടടോ, താൻ കൂടുതലൊന്നും പറയണ്ട. ദേ ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എനിക്ക് തന്നോട് ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമില്ലാതാകണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന പെണ്ണിനെ താൻ കല്യാണം കഴിച്ചിരിക്കണം. അച്ചായ വേണമെങ്കിൽ രണ്ടാമത് കെട്ടുമായിരിക്കും, എന്നാൽ ഞാൻ കെട്ടില്ല എന്നും CS. എന്നാൽ നമുക്ക് കാണാടോ. കാണാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നിന്ന് ദേഷ്യപ്പെട്ട് അച്ചായ കാറി കയറി പോവുകയും ചെയ്തു. ഇത് വല്ലാത്ത ശല്യം ആയല്ലോടോ ദയാനന്ദ. എന്ത് ചെയ്യാനാ സാറേ? കല്യാണി മോളോടും കിരൺ മോനോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മേഡത്തെയും കൂട്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് അച്ചായനെ കാണ്. അതേ ഇനി നടക്കൂ, അതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CS ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇതേ സമയം മറ്റൊരിടത്ത് രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുലാണെങ്കിൽ കിരണിൻ്റെയും കല്യാണിയുടെയും കല്യാണ ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുക. ദേഷ്യത്തോടെ ആ ഫോട്ടോയിലേക്ക് തന്നെ തുറിച്ച് പെട്ടെന്ന് രാഹുലിൻ്റെ ഷോൾഡറിൽ ആരോ കൈവയ്ക്കുകയാണ്. അത് കണ്ടതും ആകെ പേടിച്ച് രാഹുൽ ഇങ്ങനെ നോക്കുക തിരിഞ്ഞ്. അപ്പം അത് മനോഹരമായിരുന്നു. ആരെയാ നോക്കുന്നേ? അപ്പോൾ രാഹുൽ പെട്ടെന്നത് മാറ്റി വയ്ക്കുക. മാറ്റണ്ട, ഞാൻ കണ്ടു. അപ്പോൾ ആരായാലും നിനക്ക് എന്താടാ? ഞാൻ ആരെങ്കിലും കാണും. എന്തിനാ അമ്മായിയച്ച അനന്തരവനെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്? മോളെ കൊണ്ട് അനന്തരവനെ കെട്ടിക്കാൻ ധൃതിയായോ? അത് കേട്ടതും കെട്ടിക്കോടാ, എൻ്റെ മോളെ കൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിപ്പിക്കും, അത് ഉറപ്പാ എന്നൊക്കെ പറയണം. എന്തിനാ അമ്മായിയച്ച നടക്കാത്ത ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കുന്നേ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അമ്മായിച്ച. എടാ, നീ ഒറ്റൊരുത്തം കാരണം എൻ്റെ മോളുടെ ജീവിതം തകർന്നത്. എന്തൊക്കെയോ ആയിക്കോട്ടെ, എന്തായാലും അമ്മായിയച്ഛൻ്റെ ഇത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് കിരണിനെയും കല്യാണിയും മൂങ്ങയും മുത്തശ്ശിയൊക്കെയാണ്. അവരൊക്കെ ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൂങ്ങയാണെങ്കിൽ ദീപയോടും കല്യാണിയോടും ചോദിക്കുക, അല്ല നിങ്ങളിരിക്കുന്നില്ലേ? ഞങ്ങളല്ലേ ഉണ്ടാക്കിയ ആൾക്കാർ, ഞങ്ങൾ പാചകക്കാരായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇരുന്നോളാം, ഇപ്പം നിങ്ങളിരിക്കുക എന്നും പറയണം. അത് കേട്ടതും ഇല്ല, നിങ്ങൾ കഴിക്കുമോളെ, വേണ്ട അമ്മമ്മ കഴിച്ചോ, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂങ്ങ സാമ്പാറൊക്കെ കോരി ഒഴിച്ച് പപ്പടം ഇട്ട് കുഴച്ച് വെട്ടി വിഴുങ്ങുക. അത് കണ്ടത് രതീഷ് അമ്മമ്മയുടെ തീറ്റ കണ്ടാൽ തോന്നുമല്ലോ, കുറേ നാളായിട്ട് അവിടെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല എന്ന്. ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് മോനെ. അതുമാത്രമല്ല അമ്മമ്മ ശരണ്യമൊക്കെ ഇഷ്ടം പോലെ പലഹാരവും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അമ്മമ്മയ്ക്ക് ഭക്ഷണത്തിനൊന്നും ഒരു കുറവുമില്ല. അമ്മമ്മയെന്ന് വെച്ചാൽ ശരണ്യമോൾക്ക് ജീവനാ. പിന്നെ വെയിലത്ത് നടന്നു വന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടേ. പിന്നെ അത് മാത്രമല്ല കല്യാണിമോളും ദീപയും കൂടിയല്ലേ ഭക്ഷണം ഉണ്ടാക്കിയത്. ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാ. എൻ്റെ കയ്യിൽ നിന്ന് ഇവർ പാചകം പഠിച്ചതേ, ആ രുചി ഇപ്പോഴും ഉണ്ട്, അത് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. അത് കേട്ടത് കല്യാണത്തിന് ചിരിക്കുക. അപ്പം മൂങ്ങയിരുന്ന് വെട്ടി വിഴുങ്ങുക, ഭക്ഷണം കഴിക്കുക കാണാത്ത പോലെ വിഴുങ്ങുക. ഈ സമയം അമ്മമ്മേ, പിന്നെ ഇവിടം വരെ വന്നതല്ലേ, എന്നിട്ടെന്താ കാദംബരിക്കൊന്നും മേടിച്ചുകൊണ്ട് വരാതിരുന്നത്? കാദംബരി ഗർഭിണിയാണെന്ന് അമ്മമ്മയ്ക്ക് അറിയില്ലായിരുന്നോ എന്നും രതീഷ് ചോദിക്കുകയാണ്. അറിയാം മക്കളെ, പിന്നെ ഞാൻ നിങ്ങളൊക്കെ ഇപ്പോൾ ജോലിക്കൊക്കെ പോവുകയാണല്ലോ, പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇനി നിങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിൽ കയ്യിൽ കരുതിയതൊക്കെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്താ ഒന്നും മേടിക്കാതിരുന്നത്. അത് കേട്ടതും അതിന് ഞായറാഴ്ച കമ്പനി ലീവാണല്ലോ എന്നും രതീഷ്. ഇന്ന് ഞായറാഴ്ചയായിരുന്നല്ലേ? സോറി മക്കളെ, അമ്മമ്മ അതങ്ങ് മറന്നുപോയി, അതുകൊണ്ടാ, സോറി ഇടാ. ഇനി അമ്മമ്മ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരാം. വേണ്ട, അമ്മമ്മ ഒന്നും മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാദംബരി ഇങ്ങനെ പറയുക. ഈ സമയം മൂങ്ങ ചിരിക്കുക. ഇതേ സമയം മനോഹർ രാഹുൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് സരയും ശാരിയും കൂടെ വരിക. എന്ത് പറ്റി? എൻ്റെ അമ്മായിയച്ഛൻ പറയുകയാണേ മോളെ, അമ്മായിയച്ഛൻ്റെ അനന്തരവൻ ഭയങ്കര മിടുക്കനാണ് എന്നൊക്കെ. ഇത് കേട്ടതും അത് പിന്നെ തലയ്ക്ക് സ്ഥിരതയില്ലാതിരിക്കുമല്ലേ മോനെ. അപ്പം പിന്നെ നല്ലവരൊക്കെ ചീത്തയായിട്ടും ചീത്തവരൊക്കെ നല്ലവരായിട്ടും ഇങ്ങേർക്ക് തോന്നും. ഇങ്ങേരുടെ തലയിൽ ആൾ താമസമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കുറേ നാളായി ഇയാൾ അനന്തരവൻ്റെ കാര്യം പറഞ്ഞു നടക്കുന്നതേ. എൻ്റെ സ്വഭാവം മാറ്റരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
അനന്തരവനെന്നും പറഞ്ഞ് ഇനി എൻ്റെ മരുമോനോട് എങ്ങനെ നിങ്ങൾ അവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അത് കേട്ട് സരയു നാണമില്ലല്ലോ അച്ഛാ, അച്ഛൻ അവനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയാൻ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ ഏത് നേരം അവനെ ഇങ്ങനെ പുകഴ്ത്തുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ മനുവേട്ടനെ താഴ്ത്തിട്ട് അവനെ പുകഴ്ത്തണ്ട. എന്തായാലും അച്ഛനെ വഴക്ക് പറയണ്ട മോളെ. ദേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ നമ്മൾ സന്തോഷത്തോടെയല്ലേ ഇരിക്കുന്നേ, അത് മതി. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ വഴക്ക് പറയുകയോ കുറ്റപ്പെടുത്താനോ പാടില്ല, അതൊക്കെ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയുവിനെ ചേർത്ത് പിടിക്കുക. അത് കണ്ടതും നമ്മുടെ രാഹുലും എൻ്റെ മോളെ ചേർത്ത് പിടിച്ചുകൊണ്ടവ നിൽക്കുക മനഃപൂർവ്വം എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആച്ചാ ഞങ്ങളൊരു സ്ഥലം വരെ പോവുക എന്നും പറയുകയാണ്. അതിനെന്താ മോളെന്തിനാ അത് ഇയാളോട് പറയുന്നേ, മോള് പോയിട്ട് വാ എന്നും പറഞ്ഞ് ശാരി. അപ്പം മനോഹർ ഞങ്ങൾ പോയിട്ട് വരാമേ എന്നും പറഞ്ഞുകൊണ്ട് സരയുവിനെ ചേർത്ത് പിടിക്കുക. ദേ വിടാതെ പിടിച്ചോണേ, മോളുടെ വയറ്റിലൊരു കുഞ്ഞൂടെ ഉള്ളതാ, അത് പിന്നെ പ്രത്യേകം പറയണോ അമ്മേ, ഞാൻ എൻ്റെ സരയുമോളെ വിട്ട് കളയോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ സരയും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞതും നമ്മുടെ രാഹുൽ ആലോചിക്കുക ഓരോന്ന്. അപ്പോഴേക്കും മനോഹർ ഒന്ന് തിരിഞ്ഞു നോക്കി. എടോ അമ്മായി അച്ഛാ, താൻ ഏത് അനന്തരവനെ കൊണ്ട് കെട്ടിക്കണമെന്ന് വിചാരിച്ചാലും എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചേ പോകുള്ളടോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക. ഈ സമയം രാഹുൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ശാരിയോട്, അതെ അവൻ കാണിക്കുന്ന സ്നേഹം മുഴുവനും വെറും അഭിനയം. എനിക്ക് മനസ്സിലായി, അവൻ കാണിക്കുന്ന സ്നേഹമല്ല അഭിനയം, നിങ്ങൾ കാണിക്കുന്ന സ്നേഹമാണ്. നിങ്ങൾക്ക് സ്നേഹം അഭിനയിക്കാൻ പോലും അറിയില്ല. പിന്നെ ദേ ഒരു കാര്യം ഞാൻ കുറേ നേരമായി നിങ്ങളോട് പറയുന്നു, എൻ്റെ മരുമോനെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. നിങ്ങളെ ഞാനേ വെറുതെ വിടില്ല, മനസ്സിലായോ? എൻ്റെ മോളെ അവൻ പൊന്നു പോലെയാണ് നോക്കുന്നത്. നിങ്ങൾക്കൊരിത്തിരി സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഇപ്പോഴും എന്നെ ഇങ്ങനെ ഇട്ട് സങ്കടപ്പെടുത്തുമായിരുന്നോ? എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഓരോരോ സംശയങ്ങൾ മാത്രം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് മനുഷ്യ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥ സ്നേഹമായിട്ട് കാണുന്നത്? ശരി ആയിക്കോട്ടെ, മനുമോൻ അവളെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നെങ്കിലും കരുതിക്കോ. പക്ഷേ അവനെ സരയുമോൾ ഉള്ളം കൈ കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവനെ കുറ്റമൊന്നും പറയണ്ട. ഇതുപോലെ ആൾതാമസം ഇല്ലാത്തൊരു മരത്തിനെയാണല്ലോ ഭഗവാനെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വന്നത്. ഒരു സമാധാനവും ഇല്ല മനുഷ്യന് സമനില തെറ്റാം, എന്നാൽ അത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചങ്ങലക്കിടുക വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ശാരി ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രാഹുൽ, ശാരി നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ തന്നെ ഇത് പറയണം. നിന്നെയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എന്നോട് തന്നെ നീയൊക്കെ ഇത് പറയണം. ഇപ്പം അമ്മയും മകളും എന്നെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും മനുഷ്യ? നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് ഞങ്ങൾ ഇത്തിരി സ്നേഹം കാണിക്കുന്നത്? വേണ്ട, എന്നെ ആരും സ്നേഹിക്കണ്ട. നാളെ എല്ലാം മനസ്സിലാവുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് നിനക്കൊക്കെ തോന്നും. അന്നേരം എൻ്റെ മുൻപിൽ വന്ന് നിന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങനെ നിൽക്കുക. ഒന്ന് പോ മനുഷ്യ. ദേ നിങ്ങളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ തല പെരുത്ത് നടക്കുക. പക്ഷേ ഇനി മേലെ ഇങ്ങനെ ഒരു ജന്മം എനിക്കുണ്ടാവരുത് എൻ്റെ ജീവിതത്തിൽ എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശാരി ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ്. ശാരി പോയി കഴിഞ്ഞതും രാഹുൽ ആലോചിക്കുക, എന്തൊക്കെ സംഭവിച്ചാലും ശരി കിരണിനെയും സരയുനെയും ഞാൻ ഒന്നിപ്പിക്കും. എൻ്റെ കിരൺമോനും സരയുമോളും ഒന്നാകണം. അവർ രണ്ടുപേരും ഒരുമിച്ചാൽ മാത്രമേ എൻ്റെ മോളുടെ ജീവിതം നന്നായി വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ആലോചിക്കുക. എടാ മനോഹര, നീ ഒറ്റൊരുത്തനാ എൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. കല്യാണിയെ കൊന്നിട്ടായാലും ആ കിരണിനെയും സരയുനെയും ഞാൻ ഒന്നിപ്പിച്ചിരിക്കും. അതിനു വേണ്ട ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രാഹുൽ അകത്തേക്ക് പോയി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് മൂങ്ങ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുക. മോളെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ, അമ്മമ്മ ഓടി വരാം. എൻ്റെ ആവശ്യങ്ങൾ ഇവിടെ നോക്കി നടത്താൻ കല്യാണിയും ഉണ്ട്, അമ്മയും ഉണ്ട്. പിന്നെ എന്തിനാ അമ്മമ്മ വരുന്നേ? പിന്നെ എനിക്ക് എൻ്റെ ഭർത്താവാണ് ഇപ്പോൾ വലുത്. അമ്മമ്മയും അച്ഛനും ആങ്ങളെയും വന്നാൽ അകറ്റി നിർത്തണമെന്നാണ് രതിയേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രതിയേട്ടൻ എന്ത് പറയുന്നോ ഞാൻ അതുപോലെ കേൾക്കൂ എന്നും പറയണ. മോളെ അതല്ല, അമ്മമ്മ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. മോൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വരാമെന്ന് അത്രേ ഉള്ളൂ. ഇനി മോന് ഇഷ്ടമല്ലെങ്കിൽ അമ്മമ്മ വരുന്നില്ല. എന്നാൽ കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ വരാം, വല്ലപ്പോഴും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണ്ട എന്നൊക്കെ പറയണ കാദംബരി. ഇല്ല മോളെ, അമ്മമ്മ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, അല്ല മോളെ ഭക്ഷണമൊക്കെ ഒരുപാട് ഉണ്ടാക്കിയതല്ലേ, അതൊന്നും ഫ്രീസറിൽ വെച്ച് കഴിക്കണ്ട കേട്ടോ. മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ. അപ്പോൾ കല്യാണിയും ദീപയും അങ്ങോട്ട് വന്നു. ദേ ഫ്രീസറിൽ വയ്ക്കുന്നില്ല, എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്, അമ്മമ്മ കൊണ്ടുവയ്ക്കോ. അയ്യോ എനിക്കിത് വേണ്ട,
പ്രകാശനും വിക്രമും വഴക്ക് പറയും എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ആലോചിക്കുക. ദൈവമേ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും അവളത് എൻ്റെ കയ്യിൽ നിർബന്ധിച്ച് വെച്ച് തരണേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും വേണ്ടെങ്കിൽ കൊണ്ടുപോകണ്ട മോളെ, ഇങ്ങെടുക്ക്, നമുക്ക് തന്നെ കൊണ്ടുപോകാം. അതെ കല്യാണി, വേണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ചേരും, ഞാൻ ഫ്രീസറിൽ വെച്ച് കഴിച്ചോളാം. അയ്യോ, കല്യാണി മോള് സ്നേഹത്തോടെ തരുന്നതല്ലേ, ഞാൻ കൊണ്ടുപോയേക്കാം. ഇനിയിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാലും അത് കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഇങ്ങനെ വേണം അമ്മമ്മേ, ഒറ്റ തീരുമാനത്തിൽ നിന്ന ജീവിതം സന്തോഷകരമാവും എന്നൊക്കെ കാദംബരി പറയണം. അപ്പോൾ ഭക്ഷണം കല്യാണി മൂങ്ങയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് മൂങ്ങ മേടിച്ചു. അപ്പോൾ ഇത്തിരി പൈസയും കൂടെ കൊടുക്കുന്ന അമ്മമ്മ. പൈസ എന്തിനാ മോളെ എനിക്ക് പൈസ? അമ്മമ്മ വെച്ചോ, അമ്മമ്മയ്ക്ക് കുഴമ്പൊക്കെ മേടിക്കാൻ ആവശ്യം വരുമല്ലോ. അത് പിന്നെ വേണ്ടായിരുന്നു മോളെ. പിന്നെ എൻ്റെ കല്യാണി മോള് സ്നേഹത്തോടെ വെച്ച് തരുമ്പോൾ മേടിക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഇങ്ങ് തന്നേരെ, പിന്നെ ഒരാവശ്യം വരുമ്പോൾ മോളെനിക്ക് തന്നില്ലെങ്കിലോ എന്നും പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടുകൂടെ മൂങ്ങ ആ പൈസ മേടിച്ചിട്ട് കയ്യിൽ വെക്കുക. അത് കണ്ടതും കല്യാണിക്ക് ഭയങ്കര സങ്കടമായി. എന്താ അമ്മമ്മയുടെ സൗണ്ടൊക്കെ അങ്ങ് മാറി എന്ന മട്ടിൽ കല്യാണി നോക്കുക. അല്ലെങ്കിലും മോൾക്ക് നല്ല മനസ്സാ. എത്രയൊക്കെ മോൾ ആരൊക്കെ വേദനിപ്പിച്ചാലും മോള് നല്ലതേ എല്ലാവർക്കും ചെയ്യും. എന്ത് ചെയ്യാനാ, പൈസയായി വരുമ്പോൾ കാശിനൊക്കെ ഒരുപാട് ആവശ്യം വരുമല്ലേ. ഏത് നേരത്തെ എന്താ സംഭവിക്കാമെന്ന് ആർക്കും അറിയില്ലല്ലോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയുടെ ശബ്ദം അങ്ങ് ഇടറി. അതെ, സത്യത്തിൽ യഥാർത്ഥത്തിൽ ആ 2 കൊച്ചുമക്കളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് മൂങ്ങയ്ക്ക് രാജകുമാരിയെ പോലെ ജീവിക്കായിരുന്നു. പക്ഷേ അതെപ്പോഴാണ് മൂങ്ങയ്ക്ക് മനസ്സിലാവുന്നത്? ഇനി വരാൻ പോകുന്ന അടിപൊളി വിശേഷങ്ങൾ കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.